ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് ഗൂഗിൾ ആഡ്സിൻ്റെ സിംപ്ലിഫൈഡ് ഫോമായ ഗൂഗിൾ ആഡ്സ് എക്സ്പ്രസ് ക്യാമ്പയിൻ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അതിന് നിങ്ങൾ ജസ്റ്റ് ആദ്യം ഗൂഗിൾ ആഡ്സിന് ടൈപ്പ് ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്കിൽ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഗൂഗിൾ ആഡ്സിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വരും. നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഹോം സ്ക്രീൻ ഇപ്പോൾ വരും. ഹോം സ്ക്രീനിൽ ആദ്യം ചോദിക്കുന്നത് നമ്മുടെ ഒരു ബിസിനസ് പ്രൊഫൈൽ സെലക്ട് ചെയ്യാനായിട്ടാണ്. ഓൾറെഡി നമ്മൾ ഗൂഗിളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബിസിനസ് പ്രൊഫൈലാണ് അവിടെ ലോഡാവും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ML വാട്ടർ ടെക്നോളജീസ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇതിൻ്റെ വെബ്സൈറ്റ് ചോദിക്കും. നമ്മുടെ ബിസിനസ്സിൻ്റെ ഏത് ബിസിനസ്സാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് ചോദിക്കും. നിങ്ങൾ ആ ജസ്റ്റ് വെബ്സൈറ്റ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പം നമ്മൾ ഗൂഗിൾ തന്നെ നമ്മുടെ വെബ്സൈറ്റ് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രിവ്യൂ കാണിക്കും. അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ പ്രിവ്യൂ ഡെസ്ക്ടോപ്പിൻ്റെയും മൊബൈലിലും ഉള്ള പ്രിവ്യൂസ് കാണിക്കും. നമുക്കവിടെ സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മുടെ തന്നെ വെബ്സൈറ്റ് ആണോ കറക്റ്റ് ആണോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് കൺഫേം ചെയ്യുക. നമ്മുടെ തന്നെ വെബ്സൈറ്റ് ആണോ അവിടെ കാണിക്കുന്നത് എന്നുള്ളത്. അത് നമുക്ക് ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് വെർഷൻ കാണിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡെസ്ക്ടോപ്പ് വെർഷനാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ നമുക്കൊരു എന്ത് ടൈപ്പ് ക്യാമ്പയിനാണ് നമ്മൾ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സ്പ്രസ് സെറ്റിംഗ് അവിടെ കാണിക്കും. ഇതെന്ന് വെച്ചാൽ കോള് കൂടുതൽ കിട്ടാനാണോ അതോ നമുക്ക് മെസ്സേജ് വെബ്സൈറ്റിലേക്ക് കൂടുതൽ ട്രാഫിക് കിട്ടാനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതോ നമുക്ക് ലോക്കൽ നമ്മുടെ ഷോപ്പിലേക്ക് ആളുകൾ കൂടുതൽ വരാനാണോ അതോ യൂട്യൂബിലേക്കിൻ്റെ റീച്ച് കൂട്ടാനാണോ ഏതാണെന്നുള്ളതാണ്. ഇതിൻ്റെ ഏത് നമ്മൾ സെലക്ട് ചെയ്താൽ ഇനിയുള്ള സെറ്റിങ്സ് എല്ലാം അങ്ങോട്ടുള്ള സെറ്റിങ്സ് സെയിം ആണ്. നമ്മളിവിടെ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ കോള് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുത്ത് നോക്കാം. ഇതിൻ്റെ എല്ലാ സെറ്റിങ്സ് സെയിം തന്നെയാണ്. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം തന്നെ ഇവിടെ നമ്മുടെ ഒരു ആഡിൻ്റെ പ്രിവ്യൂ റൈറ്റ് സൈഡിൽ കാണിക്കും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഹെഡിങ് സെറ്റ് ചെയ്യാം. ആ ഹെഡിങ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഹെഡിങ് ആണ് കാണിക്കുന്നത്. ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3 എന്ന് പറഞ്ഞാൽ അത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ആ ഹെഡിങ് ഇങ്ങനെ കാണിക്കുന്നതിനെയാണ് അത് റൈറ്റ് സൈഡിൽ ആ പ്രിവ്യൂ കാണുന്നുണ്ട്. നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ സെയിം പ്രിവ്യൂ കാണാൻ പറ്റും. കണ്ടോ അവിടെ നമ്മൾ ഇനി വേണമെങ്കിൽ നമുക്ക് താഴേക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് റൈറ്റ് സൈഡിൽ അത് ആഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഏതായാലും വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് അവിടെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്. സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് സെക്കൻഡായിട്ട് കാണിക്കും. നമുക്ക് അവിടെ വേണമെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും താഴോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തന്നെ ഇപ്പം ഒരെണ്ണം കസ്റ്റം മെയ്ഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞത് അത് അവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ അവിടെ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മളവിടെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സജഷൻ ഗൂഗിൾ തന്നെ കാണിക്കും. ഒന്നെങ്കിൽ നമുക്ക് സജഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ സെലക്ട് ചെയ്യാം. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കീവേഡ് വെച്ചിട്ടാണ് ഗൂഗിൾ അതിൻ്റെ ഒരു സജഷനായിട്ട് അവിടെ കാണിക്കുന്നത്. ബെസ്റ്റ് കീവേഡ് വെച്ചിട്ട് നമുക്കത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതെല്ലാം നമ്മുടെ പിന്നെ അതിനുശേഷം അവിടെ കണ്ടോ താഴേക്ക് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ആഡ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ ആഡ് കൊടുത്തിട്ട് നമുക്കവിടെ പുതിയതായിട്ട് ഒരെണ്ണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കാം. കണ്ടോ അവിടെ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതും വരും. അതിനനുസരിച്ച് ഒരു സജഷൻ ഗൂഗിൾ സജഷൻ താഴേക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ടോ. വേണമെങ്കിൽ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന തന്നെ കീപ്പ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ആ സജഷൻ സെലക്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടോ ഇത് കണ്ടോ ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്നതാണ്. അതിനനുസരിച്ചൊരു സജഷൻ അവിടെ താഴെ കാണിക്കുന്നുണ്ടോ. സ്റ്റാർട്ട് യുവർ ക്ലീൻ വാട്ടർ ജേണി എന്ന് പറഞ്ഞാണ് അത് സജഷൻ കാണിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്യുമ്പോൾ അതവിടെ ലോഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ അവിടെ ചേഞ്ച് ആയി അത് കണ്ടോ റൈറ്റ് സൈഡിൽ അതിൻ്റെ പ്രിവ്യൂ കാണിക്കും. ഇതുപോലെ നമുക്ക് ആ സജഷൻസ് ഏത് വേണമെങ്കിലും നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അത് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ആഡായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ താഴെ കാണിക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ 1, 2 എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഓരോരോ സെൻറ്റൻസായിട്ട് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അവിടെ കാണിക്കുന്നത്. ഇനിയും ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ആഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ അങ്ങനെ നമുക്ക് താഴേക്ക് കൊടുക്കുന്നത് റൈറ്റ് സൈഡിൽ അതിൻ്റെ പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കണ്ടോ ഗെറ്റ് ഡയറക്ഷനും ഒരു കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാണിക്കുന്നുണ്ട്. അത് നമ്മൾ താഴെ കൊടുക്കുന്ന ഫോൺ നമ്പറാണ്. ആ ഫോൺ നമ്പർ കണ്ടോ അവിടെ ഒരു ഫോൺ നമ്പർ കൊടുക്കണം. നമ്മുടെ കൺട്രി കോഡ് സെലക്ട് ചെയ്തിട്ട് ഫോൺ നമ്പർ കൊടുക്കുക. പിന്നെ താഴെ നമ്മൾ കൊടുക്കുന്ന ബിസിനസ് അഡ്രസ്സ് അത് ടിക്ക് കൊടുക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് ഡയറക്ഷൻ കൂടെ വരുന്നത്. അത് ടിക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ എന്നുള്ളത് പോകും. കണ്ടോ നമ്മൾ ഗൂഗിളിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന ബിസിനസ് അഡ്രസ്സാണ് അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ആഡ് ഇടുന്നതിന് മുന്നേ അതിൻ്റെ പ്രൊഫൈൽ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് എടുത്തോളുകയല്ല. ഇവിടെ നമുക്ക് അതിനുശേഷം ഈ ഏത് കീവേഡുകളൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഏത് കീവേഡുകൾ സെർച്ച് ചെയ്യുമ്പോഴാണ് കസ്റ്റമർ സെർച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആഡ് കാണിക്കേണ്ടതെന്നുള്ളതാണ്. അവിടെ കുറേ സജഷൻസ് വരും. നമുക്ക് വേണമെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നമ്മുടേതായിട്ടുള്ളത് ഇടാം. ഗൂഗിൾ തന്നെ നമ്മുടെ ബിസിനസ് അനുസരിച്ചിട്ടുള്ള സജഷൻസാണ് അവിടെ കാണിക്കുന്നത്.
അത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ കാണിക്കുന്ന സജഷൻസിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ വേണ്ടുന്നതെല്ലാം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള സജഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോഡാവും. കണ്ടോ, ഇത് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. വേണമെങ്കിൽ നമുക്ക് 1-2 എണ്ണം നമ്മുടേതായ രീതിയിലുള്ളതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ, ഞാൻ RO സിസ്റ്റം എന്നൊന്ന് ടൈപ്പ് ചെയ്യണം. RO സിസ്റ്റം എന്ന് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടോ അവിടെ സജഷൻസ് വന്നുണ്ടോ, RO സിസ്റ്റംസ് ഫോർ ഹൗസ് എന്ന അത് RO സിസ്റ്റം ഫോർ കൊമേഴ്ഷ്യൽ യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള കീവേഡുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗൂഗിളിൻ്റെ സജഷൻ തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് അത് കഴിയുമ്പോഴത്തേക്കും ടാർഗറ്റ് ഓഡിയൻസിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അവിടെ 2 ഓപ്ഷൻ ഉണ്ട് കണ്ടോ. 2 ഓപ്ഷൻ. ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർ ആൻ അഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തേക്കുന്ന അഡ്രസ്സിൽ നിന്ന് ഗൂഗിളിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന അഡ്രസ്സ് അവിടെ ലോഡാവും. അവിടുന്ന് എത്ര കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ ഫോക്കസ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് കറക്റ്റ് അല്ല കാണിക്കുന്നതെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറൊരു ഏരിയയിലുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്കത് ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വേറൊരു ലൊക്കേഷൻ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് ഇത്ര ചുറ്റളവിലുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കാരണം അവിടെ നമുക്കൊന്ന് മാറ്റി കൊച്ചിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര ചുറ്റളവിലുള്ള കസ്റ്റമേഴ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന് നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അതിങ്ങനെ ഡ്രാഗ് ചെയ്തും കൊടുക്കാം. ഡ്രാഗ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് കാണിക്കും അവിടെ. അടുത്ത ഓപ്ഷൻ എന്ന് വെച്ചാൽ ഓരോ റീജിയൻ ബേസ് ചെയ്യാൻ. ഇപ്പോൾ കേരളം മൊത്തം നമുക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ ആ റീജിയൻ സെലക്ട് ചെയ്തിട്ട് കേരള എന്ന് കൊടുക്കുക. അവിടെ പോസ്റ്റ് കോഡും കൊടുത്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരളം മൊത്തം സെലക്ട് ആയിരിക്കുന്നുണ്ടോ. അതിനുശേഷം ഇവിടെ നമുക്ക് ഇപ്പം സിറ്റീസായിട്ട് ചെയ്യണമെങ്കിൽ കൊച്ചി ഇപ്പോൾ ഒരു സിറ്റിയാണ്. അതുപോലെ നമുക്ക് വേറൊരു സിറ്റി ട്രിവാൻഡ്രം കൂടെ സെലക്ട് ചെയ്തു. കൊച്ചിയും ട്രിവാൻഡ്രം സെലക്ട് ചെയ്തു. ഇനി നമുക്കൊരു കൊല്ലം കൂടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു കോഴിക്കോടും കൂടെ സെലക്ട് ചെയ്യാം. കോഴിക്കോട് സെലക്ട് ചെയ്യാം. ഉണ്ടോ, അവിടെ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് വരും. ഇപ്പോൾ 4 സിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് തുടങ്ങി ഇതേ രീതിയിൽ നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ബഡ്ജറ്റാണ് വരുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റാണ്. 2 ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ തന്നെ സെലക്ട് ചെയ്യുന്ന സജസ്റ്റ് ചെയ്യുന്ന ബഡ്ജറ്റാണ് ആദ്യം കാണിക്കുന്നത്. അതിൻ്റെ അത് 826 രൂപയാണ് ആദ്യത്തെ ഒരു പെർ ഡേ കാണിക്കുന്നത്. അതിൻ്റെ അത് മന്ത്ലി എത്ര ആവും, എത്ര റീച്ച് കിട്ടുമെന്ന് അവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ, റെക്കമെൻഡ് ചെയ്യുന്നത് അത് താഴെ കാണിക്കുന്നതാണ്. കണ്ടോ, രണ്ടാമത് കാണിക്കുന്നതാണ് അത് റെക്കമെൻഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അത് 1647 അതിൻ്റെ ഡെയിലി ടാർഗറ്റ് അത് പറയുന്നത്. മന്ത്ലി എത്ര വരും, അതിന് എത്ര റീച്ച് കിട്ടുമെന്നുള്ളത് താഴെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇത് നമുക്ക് ക്ലിയറായിട്ട് അത് കാണിച്ചു തരും. ഇതൊരു എസ്റ്റിമേറ്റാണ്. ഇതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് 2707 ആണെങ്കിൽ എത്ര വരും എന്നുള്ളതാണ്. ഇനി നമ്മുടെ ബഡ്ജറ്റ്, നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എൻ്റർ ചെയ്യാനായിട്ട് താഴെ ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ബഡ്ജറ്റ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കും. ഞാൻ ഇപ്പോൾ 150 രൂപ വെച്ച് എൻ്റർ ചെയ്യണമെങ്കിൽ അതിന് എത്ര റീച്ച് കിട്ടും അതും കാണിക്കും. അവിടെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തും കൂട്ടിയും കൊടുക്കാം, കുറച്ചും കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്തും കൊടുക്കാം. അപ്പോൾ അതൊരു ഡിസ്ക്ലൈമർ താഴെ കാണിക്കും. ഇതിപ്പോൾ റീച്ച് കാണിക്കുന്നുണ്ടോ, ഇത് കുറവാണ്. അപ്പോൾ ഡിസ്ക്ലൈമർ കാണിക്കുന്നുണ്ടോ, ഇത് നമ്മുടെ കോമ്പറ്റീറ്ററിനെക്കാട്ടി ഒരുപാട് കുറവാണെന്നുള്ള ഡിസ്ക്ലൈമറാണ് അവിടെ കാണിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ആ ഡിസ്ക്ലൈമർ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ ബഡ്ജറ്റുമായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ കൂട്ടി കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആഡ് എന്ന് റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നേക്കുന്നത്. നമ്മുടെ ആഡിൻ്റെ പ്രിവ്യൂ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കൊടുത്ത വാല്യൂസ് എല്ലാം കാണിക്കുന്നുണ്ട്. അവിടെ പെന്നിൻ്റെ സിമ്പിൾ ഉണ്ടോ, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഏതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് കാണിക്കും. നമ്മുടെ കണ്ടോ ഓരോന്നും നമ്മളവിടെ ഫോൺ നമ്പർ, നമ്മൾ ഏത് ഫോൺ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ കീവേഡ്സ് ഏതൊക്കെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ബഡ്ജറ്റ് എത്രയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, അതെല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് റിവ്യൂ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇനി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഇൻഫർമേഷനാണ് ഇവിടെ കാണിക്കുന്നത്. പേയ്മെൻറ്റ് നമുക്ക് നമ്മുടെ ബില്ലിംഗ് അഡ്രസ്സും കാര്യങ്ങളും, നമ്മുടെ ബില്ലിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഇന്ത്യ കൺട്രി സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യും. പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു എഗ്രി ചെയ്യാനായിട്ട് ഒരു ഇതുണ്ട്, ഡിക്ലറേഷൻ ഉണ്ട്, അത് എഗ്രി ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കാർഡുണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. കാർഡാണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാർഡിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആഡ്സ് റണ്ണായി തുടങ്ങും. അതുപോലെ തന്നെ പേയ്മെൻറ്റ് നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ് കൊടുക്കുക, ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ കൊടുക്കുക. നെറ്റ് ബാങ്കിങ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മുടെ ബഡ്ജറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ എത്രയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ബഡ്ജറ്റ്, നമുക്ക് ഇഷ്ടമുള്ള ആ ബഡ്ജറ്റ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 5000 ആണ്, 5000 എന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അതാണ് ഇവിടെ മനസ്സിലായല്ലോ. കാർഡാണെങ്കിൽ കാർഡ് കൊടുക്കുക, നെറ്റ് ബാങ്കിങ് ആണ് നെറ്റ് ബാങ്കിങ് കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യാം. കൊടുത്തതിന് ശേഷം പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ആഡ് റണ്ണായി തുടങ്ങും. അതിനുശേഷം ഐ എഗ്രി എന്നുള്ളത് അത് ടിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, എക്സ്പെർട്ട് എന്നുള്ള സപ്പോർട്ട് വേണമെന്നുള്ളതാണ്. അത് എസ് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. എസ് കൊടുക്കുമ്പോൾ ഒരു ഫോൺ നമ്പർ, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാനായിട്ട്, അവർ കോൾ ചെയ്യേണ്ട ഫോൺ നമ്പർ കൊടുക്കാനായിട്ട്
ഒരു ഓപ്ഷൻ വരും. അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവർ കോൾ ചെയ്ത് നമ്മൾ അഡ്വൈസ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ അത് കൊടുത്ത് യെസ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നോ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. നമ്മളിപ്പം നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ആ ബഡ്ജറ്റ് നമ്മളിപ്പം എൻ്റർ ചെയ്തിട്ടില്ല. ബഡ്ജറ്റ് നമ്മൾ എൻ്റർ ചെയ്യണം. അവിടെ ബഡ്ജറ്റ് ഇപ്പോൾ എടുത്ത് നോക്കിയതേ ഉള്ളൂ, നമ്മൾ എൻ്റർ ചെയ്തില്ല. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബഡ്ജറ്റ് 5000 അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. നമ്മുടെ ബഡ്ജറ്റ് ഇപ്പോൾ നമ്മളവിടെ സെലക്ട് ചെയ്ത അനുസരിച്ചുള്ള ബഡ്ജറ്റ് ആയിരിക്കണം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റിൻ്റെ ആ വിൻഡോ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇത് വന്നത്. കാർഡാണ് നിങ്ങൾ കാർഡ് ജസ്റ്റ് OTP വരും, അത് കൊടുത്താൽ മാത്രം മതിയാവും. ഞാനിവിടെ ഇത് കൊടുത്തിട്ട് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പേയ്മെൻറ്റ് ആവും. അതിനുശേഷം നമ്മുടെ ആഡ് റണ്ണായി തുടങ്ങും. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.